സംരംഭകരോടാണ്. രണ്ടാമതായിട്ട്, എപ്പോഴും ഒരു സംരംഭം ചെയ്യുമ്പോൾ കുറഞ്ഞ നിക്ഷേപത്തിൽ തുടങ്ങുക, കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുറഞ്ഞ നിക്ഷേപത്തിലെ പുതിയ സംരംഭകർ സംരംഭം ചെയ്യാവും. വായ്പയൊക്കെ കിട്ടും, ഒരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ വായ്പ കിട്ടും. പക്ഷേ ഈ വായ്പ പിന്നീട് വലിയ ബാധ്യതയായി മാറും. കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് സംരംഭം എങ്ങനെ ചെയ്യാം? മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നാം കണ്ടെത്തിയിട്ടില്ല. ആ ഒരു പ്രോഡക്റ്റിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇന്ദിര ഡയറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇന്ദിര ഡയറി ID. ഏതാണ്ട് 100-300ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ചെറുകിട വ്യവസായ സ്ഥാപനമാണ്. 300 തൊഴിലാളികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇദ്ദേഹത്തുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 2 പശുക്കളുമായിട്ട് രംഗപ്രവേശനം ചെയ്ത വ്യക്തിയാണ്. രഞ്ജിത് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ID അഥവാ ഇന്ദിര ഡയറി എന്ന് പറയുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് എങ്ങനെ പോകുമ്പോൾ നോക്കിക്കോളൂ, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഇന്ദിര ഡയറിയുടെ പ്രോഡക്ട്സ് ആണ്. 2 പശുവിനെ അച്ഛനിൽ നിന്നും അച്ഛൻ്റെ പൈസ കൊടുത്ത് മേടിച്ച് അതിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങി. ഈ 2 പശുവിൻ്റെ പാല് കറന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് എനിക്കോട് 48-50 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ആ പാല് കറന്ന് ഹോട്ടലുകളിലും വീടുകളിലും നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ ചെറിയ വരുമാനങ്ങൾ കൂട്ടിവെച്ച് അദ്ദേഹം ഈ ബിസിനസ് പടുത്തുയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ചെറുതായി തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സംരംഭകൻ ഉണ്ടാകണം. എനിക്കിത് വലിയൊരു പ്രസ്ഥാനമായി മാറ്റണം എന്ന ഉൾക്കാഴ്ചയോട് കൂടി ചെറുതായി തുടങ്ങിയാൽ മതി. ഇന്ന് ഇവിടെ വരുന്ന ഒരു സംരംഭകയുണ്ട്. 100 ഇഡലി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ റെഡി ടു ഈറ്റ് ബിസിനസ്. ഹോട്ടലെല്ലാം റെഡി ടു ഈറ്റ് ഫുഡ് ഉണ്ടാക്കി വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 10-24 തൊഴിലാളികളുള്ള 24 മണിക്കൂറും ക്ലോസ് ചെയ്യാത്തൊരു കിച്ചണുള്ള ഒരു സംരംഭമായിട്ട് അത് വളർന്നു നിൽക്കുന്നു. ഇനിയും ധാരാളം സാധ്യതകൾ അതിനകത്തുണ്ട്. ഇപ്പോൾ കൊച്ചൗസഫ് ചില്ലപ്പള്ളി നിങ്ങളൊക്കെ അറിയാവുന്ന വ്യവസായം. അദ്ദേഹം എങ്ങനെയാണ് ഈ സംരംഭ മേഖലയിലേക്ക് വന്നത്? ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്, ധാരാളമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് പോലും ആ ഇലക്ട്രോണിക്സിന്റെ ആ സാധനം ഉണ്ടാക്കുന്നതിന്, ഇൻവെർട്ടറൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു ഫാക്ടറി ഒന്നും അദ്ദേഹം തുടങ്ങിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ചെയ്തത് എന്താ? ഇതിനെ ഒരു ബ്രാൻഡാക്കി, ഇതിനൊരു മാർക്കറ്റിങ്ങിന് വേണ്ട സൗകര്യം ഉണ്ടാക്കി. ഇതിന്റെ അസംബ്ലിംഗ് നടത്തിയത് മുഴുവൻ മറ്റു പല കേന്ദ്രങ്ങളിലുമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളികളിലോട് ചേർന്നും സെമിനാരികളോട് ചേർന്നുമുള്ള കന്യാസ്ത്രീ മഠങ്ങള്, അതുപോലുള്ള കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഈ അദ്ദേഹത്തിന്റെ ഇൻവെർട്ടറുകളും മറ്റും അസംബിൾ ചെയ്തിരുന്നത്. അവിടെ നിന്ന് അസംബിൾ ചെയ്യുന്നു, അതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു, അദ്ദേഹം എടുക്കുന്നു, അദ്ദേഹത്തിന്റെ ബ്രാൻഡിൽ കച്ചവടം നടത്തുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ തുടങ്ങുമ്പോഴും എന്തുണ്ടാകണം? നമ്മുടെ ഉള്ളിൽ ഒരു എന്റർപ്രണർ ഉണ്ടാകണം. നാളെ ഇത് വലിയ ഒരു തലത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന ഒരു എന്റർപ്രണർ ഉണ്ടാകണം. എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് മറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുക്കു നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. കുക്കു നാച്ചുറൽസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഒരു ടീച്ചർ തുടങ്ങിയ ബിസിനസ്സാണ്. എന്താണ് അവരുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കണ്ടങ്കായ പൗഡർ, അതുപോലെ തന്നെ ഈ മില്ലറ്റിന്റെ പൗഡറും മിക്സ് ചെയ്ത് ബോട്ടിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് നല്ലതാണ്, ഒത്തിരി ഫൈബർ കണ്ടന്റുള്ള പ്രോഡക്റ്റാണ്, കുട്ടികൾക്ക് നല്ലതാണ്. അത്യാവശ്യം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു നേരം ഇത് കഴിക്കുന്നത് നല്ലതാണ്. ആ രീതിക്ക് തുടങ്ങിയ ഒരു ചെറിയ പ്രോഡക്റ്റാണ്. ഇവരെങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, അപ്പൊ നമുക്കറിയാം ഈ സാധനം ഉണക്കണമെങ്കിൽ ഡ്രയർ വേണം. അപ്പോൾ തുടക്കത്തിൽ ഡ്രയർ മേടിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് പൊടിക്കണമെങ്കിൽ പൾവറൈസർ വേണം, അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവർ തുടക്കത്തിൽ ഇതൊന്നും ചെയ്തില്ല. ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കർഷകരിൽ നിന്നും സംഭരിക്കുന്നു. ഇത് തൊട്ടടുത്ത്, ഇപ്പൊ അവരുടെ തൊട്ടടുത്ത് പറഞ്ഞാൽ മഞ്ഞപ്രായിൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, അന്ന പ്രയേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അവരുടെ അടുത്ത് കൊണ്ടു കൊടുത്താൽ
ഇവര് ടെമ്പറേച്ചർ ക്രമീകരിച്ച് ഉണക്കി ഇവർക്ക് തിരിച്ചു കൊടുക്കും. ഈ ഉണക്കി കൊണ്ടുവരുന്ന സാധനം തൊട്ടടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കും. ഈ മില്ലറ്റും ഈ കണ്ണങ്കായും 6:1 എന്ന അനുപാതത്തിൽ വീട്ടിലിരുന്ന് മിക്സ് ചെയ്യും. ഇത് ബോട്ടിലേക്ക്. ഇതാണ് പ്രക്രിയ. അപ്പൊ എങ്ങനെ ആ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ കുറച്ചു എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെ തുടങ്ങിയ സംരംഭത്തിന് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് തുടക്കത്തില് ഈ വീട് വീടാന്തരം കയറി ഇറങ്ങി വിറ്റു എന്ന് പറയുന്ന പോലെ ഓഫീസുകളും കെട്ടിടങ്ങളും ഷോപ്പുകളും അതുപോലെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലുമൊക്കെ നേരിട്ട് കൊണ്ടുപോയി ബാഗിന്റെ സിപ്പ് തുറന്ന് ആൾക്കാരെ കാണിച്ച് വില പറഞ്ഞ് വിറ്റിടുന്ന സാധനമാണ്. പക്ഷെ പിന്നീട് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് ആൾക്കാർ തിരിച്ചറിയുകയും ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായി ഉപയോഗിക്കാം, അത് നല്ലതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഈ കുക്കു നാച്ചുറൽ സംഘമാണ്. ഇപ്പോൾ എല്ലാ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് അവൈലബിൾ ആണ്. കുക്കു നാച്ചുറൽസ് എന്നാണ് അതിന്റെ പേര്. അത് തുടങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് അത് തുടക്കത്തിൽ എങ്ങനെ മിനിമം ലെവൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മിനിമം ലെവൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി, മാർക്കറ്റിൽ അതിന്റെ ഡിമാൻഡ് വന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പ്രൊഡക്ഷൻ പ്ലാന്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം നമ്മൾ ആ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി നമ്മുടെ ഉൽപ്പന്നത്തിനുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്സുകൾ തുടങ്ങുക എന്നുള്ളത്. ഇനി മൂന്നാമത് വരികയാണെങ്കിൽ വായ്പയുടെ കാര്യം. പല സംരംഭകരും ഓഫീസിലേക്ക് കടന്നു വരുന്നത് എത്ര രൂപ വായ്പ കിട്ടും സർ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എത്ര രൂപ വായ്പ കിട്ടും, എത്ര രൂപ സബ്സിഡി കിട്ടും, അതനുസരിച്ച് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാം. അതിലൊരു വലിയ അസ്വാഭാവികതയും ആവശ്യമില്ലായ്മയുമുണ്ട്. എന്താണ്? നമ്മൾക്ക് പറയാൻ കഴിയണം, എൻ്റെ പ്രോജക്റ്റ് തുടങ്ങാൻ എനിക്ക് 50 ലക്ഷം രൂപ വേണം. എന്തിനു വേണം? കെട്ടിടം ഉണ്ടാക്കാൻ ഇത്ര വേണം, മെഷീനറി വാങ്ങാൻ ഇത്ര വേണം, വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര വേണം, അതിൻ്റെ ഫർണിഷിങ്ങിന് ഇത്ര വേണം. അങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നാൽ ആരും അത് തള്ളിക്കളയില്ല. അതേസമയം എത്ര രൂപ ലോൺ കിട്ടും? ഈ വായ്പ എടുക്കുക എന്ന് പറയുന്നത് അത്രയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സംരംഭം. എൻ്റെ മുമ്പിൽ വരുന്ന സംരംഭകരോട് ഞാൻ ആദ്യം പറയാറ്, വായ്പ എടുക്കാതെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുമല്ലോ. വായ്പ എടുത്തില്ലെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന സബ്സിഡി സൗകര്യങ്ങളെല്ലാം കിട്ടും. വായ്പ ലിങ്ക്ഡ് ആയിട്ടുള്ള സബ്സിഡീസ് ഉണ്ട്, അത് വേറെ. അതുപോലെ വായ്പ ലിങ്ക്ഡ് അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ബാക്കിൽ സബ്സിഡീസ് ഉണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഞങ്ങൾ സബ്സിഡി. പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വായ്പ എടുത്താൽ മാത്രമേ സബ്സിഡി കിട്ടൂ എന്നുള്ളത്. അത് ഒരു ശരിയായ ചിന്താഗതിയല്ല. പല സബ്സിഡികൾ, അങ്ങനത്തെ സബ്സിഡികൾ ഉണ്ട് കേട്ടോ. വായ്പ എടുത്താൽ മാത്രം കൊടുക്കുന്ന സബ്സിഡീസ് ഉണ്ട്, അതുപോലെ വായ്പ എടുത്തില്ലെങ്കിലും കിട്ടുന്ന സബ്സിഡീസ് ഉണ്ട്. അപ്പോൾ വായ്പ എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് മാത്രമേ എടുക്കാവൂ എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ. വായ്പ എടുക്കരുത് എന്നല്ല, വായ്പ എടുക്കാം, വായ്പ അത്യാവശ്യത്തിന് മാത്രം. ഇനി ഈ വായ്പയുടെ പലിശ എത്രയായിരിക്കും? പലിശ 10 ലക്ഷം രൂപ വായ്പയുടെ പലിശ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു 10% കൊടുക്കേണ്ടി വരും. ഇനി അത് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് പോകുകയാണെങ്കിലോ അതൊരു 12% ആവും. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, CSB ബാങ്ക് അതുപോലെയുള്ള ബാങ്കുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് നോർമൽ കോഴ്സിന് ഒരു 12% ആവും. SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ ഇതുപോലുള്ള ബാങ്കുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 10%, ചിലർക്ക് 9 മുതൽ 10 വരെ ശതമാനം പലിശയ്ക്ക് നമുക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ. അപ്പൊ ഈ ഒരു പലിശ ഇപ്പൊ നമ്മൾ ഒരു ഫണ്ട് ഒരു ബാങ്കിൽ കൊണ്ടുപോയി FD ആയിട്ട് ഇടുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ വേറെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. FD ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എത്ര % ഇൻട്രസ്റ്റ് കിട്ടും? എത്ര % കിട്ടും? 7%, 7.5% ഒക്കെ കിട്ടാം. അപ്പോൾ നമ്മുടെ വീട്ടിലോ നമുക്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലോ
അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ നമുക്ക് വളരെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ല അതങ്ങനെ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷെ കഴിയുന്നവർ, നമ്മളൊക്കെ പ്രാദേശികമായി വരുന്ന ആളുകളാണ്, നമുക്ക് ഇഷ്ടംപോലെ സോഷ്യൽ റിലേഷൻസ് ഉണ്ട്, നമുക്ക് ഇത്തരം അവസരങ്ങളുണ്ട്. അങ്ങനെ ഫണ്ട് കിട്ടുമോ എന്നുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോണിന് അപേക്ഷിക്കും, ലോൺ പാസ്സാകും, ഉടനെ തന്നെ ആ ലോണൊന്ന് നമ്മൾ എടുക്കും. ആ ലോൺ എടുത്താൽ അത് അപ്പോൾ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. ഒരു വായ്പ സാങ്ഷൻ ചെയ്തിട്ടാൽ കുഴപ്പമില്ല, അത് കൈപ്പറ്റുന്ന, അത് അവീൽ ചെയ്യുന്ന സമയം, ഒരു വായ്പ അവീൽ ചെയ്യുന്ന കൈപ്പറ്റുന്ന സമയവും ആ സംരംഭം മൂലമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എന്തും ആയിക്കോട്ടെ അത് വിപണിയിലേക്ക് ഇറക്കുന്ന സമയവും തമ്മിലുള്ള ദൈർഘ്യം പരമാവധി 6 മാസത്തിൽ അധികരിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു DD അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് വേണ്ടി ഇപ്പൊ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം മുതൽ അതിനെന്ത് കൊടുക്കണം? ഒരു സംശയത്തില്ല. പക്ഷെ അതേസമയം നിങ്ങളത് പാസ്സാക്കി കിട്ടും, നിങ്ങളിപ്പോ എടുക്കുന്നില്ല. അപ്പോ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം. അപ്പൊ കറക്റ്റ് ടൈമിലെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. ഇനി ചില ആൾക്കാർ ബിൽഡിങ്ങിനൊക്കെ ലോണ് അങ്ങോട്ട് വയ്ക്കും. സ്വന്തം ലാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിൽ പറയാത്ത രജിസ്റ്റേർഡ് ലീസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിങ്ങിന് ലോൺ തരും ബാങ്ക്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എപ്പോഴെങ്കിലും ഷെഡ്യൂൾഡ് ടൈമിൽ നടന്നിട്ടുണ്ട്. വായ്പ എടുക്കുന്നവർ പരാജയപ്പെടുന്ന വലിയ ഒരു മേഖലയാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇങ്ങനെ നീണ്ടു പോകും. ഈ കെട്ടിടത്തിന് നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്നു, എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ തന്നെ ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നമ്മൾ മെഷീനറിക്ക് വായ്പയ്ക്ക് വീണ്ടും ചെല്ലുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ കെട്ടിടത്തിന് എടുത്ത ഫണ്ടിന്റെ ഡ്യൂസ് അങ്ങനെ വരും. സമയത്ത് നമ്മൾ തിരിച്ചടക്കുന്നുണ്ടാവില്ല, പലിശ അടക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ മെഷീനറിക്ക് അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്നും കുറെ തുക ഇതിലേക്ക് അതിനകം തന്നെ ബാങ്ക് മാറ്റിയിട്ടുണ്ടാവും. അതാണ് ഈ ബാങ്കിന്റെ ഒരു പ്രത്യേകത. പല ബാങ്കുകളും അങ്ങനെ മാറ്റി. അപ്പൊ പിന്നെ മെഷീനറിക്കുള്ള തുക അപ്പൊ പിന്നെ ഇതിന് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് സാങ്ഷൻ ചെയ്ത് എമൗണ്ടിൽ നിന്നായിരിക്കും അവർ ഡിഡക്ട് ചെയ്ത് അവർ അക്കൗണ്ട് മാറ്റി കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്തു നിന്നും വലിയ പലിശയ്ക്ക് വായ്പ എടുക്കാൻ തുടങ്ങും. അവിടെയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി തുടങ്ങും. എന്നാൽ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിലോ, ബിൽഡിങ്ങിന് ഞാൻ ലോൺ എടുത്തിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു സംരംഭകനോട് ഞാൻ പറയും, ആസ് സൂൺ ആസ് പോസിബിൾ കഴിയുമെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിൽഡിംഗ് ലോണിന് വെക്കരുത്, ബിൽഡിംഗ് ലോൺ എടുക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്ലാൻ കൊടുക്കുന്ന അതുപോലെ തന്നെ പണിയണം. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻ വേറെയും ഉണ്ട്. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് മാനേജബിൾ അല്ല. ചെറിയ സംരംഭകരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 50 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ ബിസിനസ്സിലേക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ആൾക്കാരെ സംബന്ധിച്ച് ഈ ബിൽഡിങ്ങിന് ലോണും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ വളരെ തെറ്റാണ്. അപ്പോൾ പരമാവധി ബിൽഡിങ്ങിന് ലോൺ എടുക്കാതിരിക്കുക. നമുക്ക് മെഷീനറിക്ക് ആവശ്യമുള്ള ലോൺ എടുക്കുക. പ്രവർത്തന മൂലധനം നല്ല എമൗണ്ട് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് കൂടുതൽ പാസ്സാക്കിയിട്ടാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതനുസരിച്ച് പലിശയും കൊടുക്കണ്ട. നമ്മൾ അതിൽ നിന്നും എത്ര പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രമേ നമുക്ക് ഇന്ന് നമ്മൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു DD അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് വേണ്ടി ഇപ്പൊ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം മുതൽ അതിനെന്ത് കൊടുക്കണം? ഒരു സംശയത്തില്ല. പക്ഷെ അതേസമയം നിങ്ങളത് പാസ്സാക്കി കിട്ടും, നിങ്ങളിപ്പോ എടുക്കുന്നില്ല. അപ്പോ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം. അപ്പൊ കറക്റ്റ് ടൈമിലെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. ഇനി ചില ആൾക്കാർ ബിൽഡിങ്ങിനൊക്കെ ലോണ് അങ്ങോട്ട് വയ്ക്കും. സ്വന്തം ലാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിൽ പറയാത്ത രജിസ്റ്റേർഡ് ലീസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ബിൽഡിങ്ങിന് ലോൺ തരും ബാങ്ക്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എപ്പോഴെങ്കിലും ഷെഡ്യൂൾഡ് ടൈമിൽ നടന്നിട്ടുണ്ട്. വായ്പ എടുക്കുന്നവർ പരാജയപ്പെടുന്ന വലിയ ഒരു മേഖലയാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇങ്ങനെ നീണ്ടു പോകും. ഈ കെട്ടിടത്തിന് നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്നു, എന്ത് സംഭവിക്കുന്നു നിങ്ങൾ തന്നെ. ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നമ്മൾ മെഷീനറിക്ക് വായ്പയ്ക്ക് വീണ്ടും ചെല്ലുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ കെട്ടിടത്തിന് എടുത്ത ഫണ്ടിന്റെ ഡ്യൂസ് അങ്ങനെ വരും. സമയത്ത് നമ്മൾ തിരിച്ചടക്കുന്നുണ്ടാവില്ല, പലിശ അടക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ മെഷീനറിക്ക് അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്നും കുറെ തുക ഇതിലേക്ക് അതിനകം തന്നെ ബാങ്ക് മാറ്റിയിട്ടുണ്ടാവും. അതാണ് ഈ ബാങ്കിന്റെ ഒരു പ്രത്യേകത. പല ബാങ്കുകളും അങ്ങനെ മാറ്റി. അപ്പൊ പിന്നെ മെഷീനറിക്കുള്ള തുക അപ്പൊ പിന്നെ ഇതിന് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് സാങ്ഷൻ ചെയ്ത എമൗണ്ടിൽ നിന്നായിരിക്കും അവർ ഡിഡക്ട് ചെയ്ത് അവർ അക്കൗണ്ട് മാറ്റി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്തു നിന്നും വലിയ പലിശയ്ക്ക് വായ്പ എടുക്കാൻ തുടങ്ങും. അവിടെയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി തുടങ്ങും. എന്നാൽ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിലോ, ബിൽഡിങ്ങിന് ഞാൻ ലോൺ എടുത്തിട്ടില്ല. എന്റെ മുമ്പിൽ വരുന്ന ഒരു സംരംഭകനോട് ഞാൻ പറയും, ആസ് സൂൺ ആസ് പോസിബിൾ കഴിയുമെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിൽഡിംഗ് ലോണിന് നിൽക്കരുത്, ബിൽഡിംഗ് ലോൺ എടുക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്ലാൻ കൊടുക്കുന്ന അതുപോലെ തന്നെ പണിയണം. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻ വേറെയും ഉണ്ട്. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് മാനേജബിൾ അല്ല. ചെറിയ സംരംഭകരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ ബിസിനസ്സിലേക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ആൾക്കാരെ സംബന്ധിച്ച് ഈ ബിൽഡിങ്ങിന് ലോണും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ വളരെ. അപ്പോ പരമാവധി ബിൽഡിങ്ങിന് ലോൺ എടുക്കാതിരിക്കുക. നമുക്ക് മെഷീനറിക്ക് ആവശ്യമുള്ള ലോൺ എടുക്കുക. പ്രവർത്തന മൂലധനം നല്ല എമൗണ്ട് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് കൂടുതൽ പാസ്സാക്കിയിട്ടാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതനുസരിച്ച് പലിശയും കൊടുക്കണ്ട. നമ്മൾ അതിൽ നിന്നും എത്ര പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും വരികയുള്ളൂ. അപ്പൊ ഈ വളരെ ശ്രദ്ധിച്ച് വളരെ വിജിലൻ്റായി എടുക്കേണ്ട ഒരു പ്രക്രിയയാണ് വായ്പ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, 3 മാസം റീപേയ്മെന്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് NPA ആവും. 3 മാസം റീപേയ്മെന്റ് തെറ്റിയാണ്. നിങ്ങൾ സിബിൽ സ്കോർ കാണാൻ തുടങ്ങും. വേറൊരു ബാങ്കിൽ പോയാൽ പിന്നെ വായ്പയിലേക്ക് കിട്ടാത്ത സ്ഥിതി വരും. ഇപ്പോൾ തന്നെ പല സംരംഭകരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം ഈ സിബിൽ സ്കോറിൻ്റെയാണ്. 650 അല്ലെങ്കിൽ 700 സിബിൽ സ്കോറിൽ താഴെയുള്ള ആളുകൾക്ക് ഇന്ന് വായ്പ കൊടുക്കാൻ ബാങ്കുകൾ സമ്മതിക്കുന്നു. പല ബാങ്കുകളുടെയും സോഫ്റ്റ്വെയർ തന്നെ ഇതിനനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ വായ്പ എടുക്കുമ്പോൾ വളരെ വിജിലൻ്റായിരിക്കണം. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കും, ഇപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റി വലിയ ഒരു ഘടകമാണ്. ഇന്ന് ചെറുകിട വ്യവസായ മേഖലയിൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് സെക്യൂരിറ്റി വാങ്ങാൻ പാടില്ല എന്നൊരു നിബന്ധന ബാങ്കുകൾക്കുണ്ട്. ബാങ്കുകൾ സെക്യൂരിറ്റി വാങ്ങിയിട്ട് ലോൺ കൊടുക്കാൻ പാടില്ല ഇഫ് ദ ലോൺ എമൗണ്ട് ഈസ് ബിലോ 10 lakh. 10 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഒരു കാരണവശാലും സെക്യൂരിറ്റി വാങ്ങി ലോൺ കൊടുക്കാൻ പാടില്ല. നാഷണലിസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കൊക്കെ ഇത് ആവശ്യപ്പെടാണ്. അത് റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശമാണ്. പക്ഷേ 10 കോടി രൂപ വരെ ബാങ്കിന് കൊളാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കാം. 10 കോടി രൂപ വരെ കൊടുക്കാൻ 2024 തോന്നുന്നു 24 ബജറ്റിൽ പ്രഖ്യാപിച്ച് അതിപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ബാങ്കുകളും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷെ 10 ലക്ഷം രൂപ വരെ ഒരു കാരണവശാലും ഗ്യാരണ്ടി ചോദിക്കാൻ പാടില്ല എന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം റിസർവ് ബാങ്കിന്റെ സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത് പണ്ട് 5 ലക്ഷം വരെ. ഇപ്പൊ ഈ മുദ്രാ യോജന പോലുള്ള ലോണുകൾക്കൊന്നും കൊളാട്രൽ സെക്യൂരിറ്റി മേടിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ ആൾക്കാർ സംശയം തോന്നും, ചേട്ടാ ഈ കൊളാട്രൽ സെക്യൂരിറ്റി മേടിച്ചില്ല എങ്കിൽ ഈ ലോൺ കൊടുത്താൽ ബാങ്ക് എന്ത് ചെയ്യും? തിരിച്ചടച്ചിരിക്കും അല്ലേ? പല സംരംഭകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ ഒരു 10 ലക്ഷം രൂപ എടുക്കും, ഞാനത് തിരിച്ചടയ്ക്കുന്നില്ല, അപ്പൊ എന്റെ സെക്യൂരിറ്റി ഒന്നും മേടിച്ചിട്ടില്ല, എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് സംരംഭം തുടങ്ങുന്നതിന് വലിയ ഒരു ഫെസിലിറ്റി സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൻമോഹൻ സിംഗിന്റെ കാലത്ത്
തുടങ്ങിയ ഒരു ഫെസിലിറ്റിയാണ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഈ ക്രെഡിറ്റ് നിങ്ങൾക്ക് തരുന്ന ലോൺ സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യും. അതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് എന്ന ഒരു സ്കീമുണ്ട്. ഈ സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നത് സിഡ്ബി, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ MSME ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് MSMEയും സംയുക്തമായിട്ടാണ്. അവരൊരു കോർപ്പസ് ഫണ്ടുണ്ട്. അതിലേക്ക് എല്ലാ വർഷവും ഈ ബഡ്ജറ്റിൽ വലിയ ഒരു തുക ആ ഫണ്ടിലേക്ക് നീക്കിവെക്കണം. ഇനി നിങ്ങൾ എടുത്ത വായ്പ സ്വാഭാവികമായും ഗ്യാരണ്ടി കൊടുക്കാതെ എടുക്കുന്ന വായ്പകളൊക്കെ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് എൻ്റർ ചെയ്യും. ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ ബെനിഫിറ്റ് കിട്ടുന്നതിന് നിങ്ങൾ ഒരു 1.5% റഫലിയാണ് ഞാൻ പറയുന്നത്, 1.5% സർവീസ് ചാർജ് ഇനത്തിൽ കൊടുക്കും. അധികമായിട്ട് കൊടുക്കും. നിയർലി 1.5%. അത് ഈ എമൗണ്ട് അനുസരിച്ച് വേരി ചെയ്യുന്നത്. 1.5% സർവീസ് ചാർജ് ഇനത്തിൽ കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഈ ലോൺ എമൗണ്ട് എന്താക്കി? ഗവൺമെന്റ് ഗ്യാരണ്ടി ആക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ ഇൻഷുറൻസ് എടുക്കും. ആ കാറിന് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ പറ്റിയാൽ ഇൻഷുറൻസുകാർ തരും. അതുപോലെ നമ്മൾ ഈ 1.5% പ്രീമിയം അടയ്ക്കുന്നു. നമുക്ക് ഇതൊരു ഇൻഷുറൻസ് കവർ പോലെ വർക്ക് ചെയ്യും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു സ്ലാബ് ഉണ്ട്. ഒരു ശരാശരി പറയുകയാണെങ്കിൽ ഏതാണ്ട് 80% വരെ. ഇപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പീനൽ ഇൻട്രസ്റ്റ്, ഇത് എല്ലാം കൂടി ചേർത്ത് വരുന്ന തുകയുടെ 85% വരെയുണ്ട്. 80% ഒക്കെ ശരാശരി നിങ്ങൾക്ക് ബാങ്കുകൾക്ക് ഈ കൺസോർഷ്യം റീഇംബേഴ്സ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വലിയൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അതിനകത്തില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും തിരിച്ചടപ്പിക്കാനുള്ള എല്ലാ വഴികളും ബാങ്ക് നോക്കിയിരിക്കണം. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് ഈ ട്രസ്റ്റ് ഫണ്ടിലേക്ക് നമുക്ക് ക്ലെയിമിനായിട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ തുടങ്ങുന്ന സംരംഭം ഏതെങ്കിലും ഒരു കാരണവശാൽ മാർക്കറ്റിൽ ക്ലിക്കായില്ല, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നു, എന്ത് ചെയ്യും? അവിടെയാണ് പല സംരംഭകരും പരാജയപ്പെടുന്നത്. പൊതുവെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭത്തിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് പലപ്പോഴും പല പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യ വർഷങ്ങളിലുള്ള നിങ്ങളുടെ സെയിൽസ് ടേൺ ഓവർ, എക്സ്പെക്റ്റഡ് സെയിൽസ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 to 60%. 50 to 60% ആണ് ഒരു ശരാശരി ചെറുകിട വ്യവസായത്തിന്റെ ആദ്യത്തെ വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും? ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് കൂടി തുടങ്ങുന്ന വ്യവസായങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല ഇൻവെസ്റ്റ്മെന്റോട് കൂടി നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാം, വലിയ ബാധ്യതകളോടുകൂടി തുടങ്ങാം. പക്ഷെ അതിനനുസൃതമായ ഒരു മാർക്കറ്റ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാത്ത ചെറിയ മാർക്കറ്റിലേക്ക് പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ മിനിമം ലെവൽ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതായിരിക്കണം ചിന്ത. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സംരംഭകൻ ഉണ്ടാകണം. ഇത് വലുതാകണം, വലിയ തലത്തിലേക്ക് പോകണം എന്ന ചിന്തയുണ്ടാകണം എന്നുള്ളതാണ്.